എൻ്റെയൊക്കെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ ഓർമ്മകളിലൊന്ന് ഒരു സന്യാസിനിയായ അധ്യാപികയെക്കുറിച്ചാണ്. സ്കൂളിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആ സിസ്റ്റർ വളരെ ഗൗരവത്തോടു കൂടി ദേഷ്യപ്പെട്ട് ഏതാനും കുട്ടികളെ അടിക്കുന്നതാണ്. അന്നു മുതൽ ആ സന്യാസിനിയോട് വല്ലാത്തൊരു പേടിയും അകൽച്ചയുമായിരുന്നു. പിന്നീട് ഓരോ സമയം ആ സിസ്റ്ററിനെ കാണുമ്പോഴും അകന്നുമാറി നടക്കാനൊക്കെയാണ് തുടക്കം ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു 5-6 വർഷത്തെ പഠനം കഴിഞ്ഞ് ആ സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപിക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നായാലും ശരി ഇന്നായാലും ശരി ആ സിസ്റ്ററിൻ്റെ മുഖമാണ് ആദ്യമായിട്ട് ഓടിയെത്തുക മനസ്സിൽ. നമ്മൾ ആദ്യം കണ്ട ആ ഒരു സിസ്റ്റർ വളരെ ഭയപ്പെടുത്തുന്ന ഗൗരവക്കാരിയായിട്ടുള്ള ഒരു സന്യാസിനിയുടെ മുഖഭാഗമാണെങ്കിൽ പിന്നീട് അടുത്തറിയും തോറും സിസ്റ്ററിനെ ഒരുപാട് സ്നേഹിക്കാനായിട്ടും അംഗീകരിക്കാനായിട്ടൊക്കെ പറ്റി. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ പലപ്പോഴും ജഡ്ജ് ചെയ്യുന്നത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ വെച്ചുകൊണ്ടാണ്. ഒരു പ്രത്യേക കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഇപ്രകാരം പ്രതികരിക്കുന്നു, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റിൽ പുള്ളി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മൾ പലപ്പോഴും ഒരു ജനറലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതും ജനറലായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നതും ഒരാളെ വിധിക്കുന്നതും. അയാൾ നല്ലതാണ്, പൊട്ടയാണ്, തരക്കേടില്ല, പോരാ. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ഇങ്ങനെ ഒരു ചില ജഡ്ജ്മെൻറ്റും മുൻവിധികളുമൊക്കെ, വിധികളും മുൻവിധികളും നമ്മുടെ മനസ്സിലുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ നിർത്താൻ ശ്രമിക്കുകയാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ ഉദ്ദേശിച്ച ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ആളല്ല ഈ പറയുന്ന ആൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫ്രെയിം വർക്ക് ഒന്ന് പൊളിച്ച് പണിയുന്നു, വീണ്ടും മറ്റൊരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലേക്ക് ഇയാളെ ഒതുക്കാൻ ശ്രമിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മനസ്സിലാവുന്നു ഇദ്ദേഹം അവിടെയും ഒതുങ്ങുന്ന ഒരാളല്ല, വീണ്ടും ഈ ഫ്രെയിം വർക്കിൽ ഇങ്ങനെ പൊളിച്ച് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് ഒരാളെ പലപ്പോഴും ഈ വിലയിരുത്താനായിട്ട് ശ്രമിക്കുന്നത്, ഒരു പരിമിതമായിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട്. ഇതൊട്ടും ശരിയായ രീതിയല്ല. നമ്മളൊക്കെ വിധിക്കുന്നതിനേക്കാളൊക്കെ, നമ്മളൊക്കെ അളക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ് ഏതൊരു വ്യക്തിയുടെയും മഹത്വം. അതൊരു കൊച്ചു കഥ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു കാട്ടിൽ ഒരു അങ്കുലം പുഴു ഉണ്ടായിരുന്നു. അങ്കുലം പുഴു, അതിന് അങ്കുലം പുഴു എന്ന് വിളിക്കാൻ കാരണം ഒരു അങ്കുലമാണ് അതിൻ്റെ നീളം. ഈ പുഴുവിൻ്റെ പ്രത്യേകത, കാട്ടിലുള്ള എല്ലാ ജീവികളെയും ഈ പുഴു ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അതിൻ്റെ ശരീരം കൊണ്ട് ഇങ്ങനെ ഇഴഞ്ഞ് അളന്ന് തിട്ടപ്പെടുത്തും. എന്നിട്ട് പറയും, നിനക്ക് 1 അങ്കുലം നീളം, 1 അങ്കുലം വീതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിഹസിച്ച് അങ്ങോട്ട് വിടും. ഇതാണ് പുഴു. വളരെ ചെറുതാണ്, പക്ഷെ പുഴു കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ ചെറുതാക്കി പരിഹസിച്ച് അതിൻ്റെ വലിപ്പമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുയിൽ ആ കാട്ടിലേക്ക് വരികയും കുയിലിനെ ഈ അങ്കുലം പുഴു തടഞ്ഞു നിർത്തി അതിന് ദേഹത്തെ കൂടെ ഇഴഞ്ഞ് അതിൻ്റെ അങ്കുലം 2 അങ്കുലം നീളം വീതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിട്ടു. മാത്രമല്ല കുയിലിനടുത്ത് പറഞ്ഞു, നീ വളരെ ചെറുതാണ്, നിന്നെക്കൊണ്ട് ഈ കാടിനൊരു ഉപകാരമില്ല, നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അങ്കുലം പുഴു ഇതിനെ പരിഹസിച്ച് വിടുകയാണ്. അല്പം നേരം ഇത് കേട്ട് നിന്നിട്ട് ഈ കുയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം പാടി എന്നാണ് പറയുന്നത്. നല്ലൊരു പാട്ട്. ഈ പാട്ട് കേട്ട് ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഈ കുയിലിന് ചുറ്റും ഒത്തുകൂടി. ഇത് കണ്ടപ്പോൾ ഈ അങ്കുലം പുഴുവിന് വളരെ അതിശയമായി. അതിനുശേഷം ഈ കുയിൽ അങ്കുലം പുഴുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ ഏത് അളവ് കൊണ്ട് എൻ്റെ ഈ സംഗീതത്തെ നിനക്ക് അളക്കാൻ പറ്റും? നിൻ്റെ ഏത് അളവ് കൊണ്ട് എൻ്റെ ഈ സംഗീതത്തെ നിനക്ക് അളക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ ആരെയും അളന്നുകൂടാ. കാരണം നമുക്ക് അളക്കാനാകാത്തതിനപ്പുറമുള്ള ഒരു സംഗീതം എല്ലാ മനുഷ്യരിലും ഒളിച്ചിരിപ്പുണ്ട്. നമ്മൾ ചില ആൾക്കാരെയൊക്കെ വിധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിറം നോക്കിയിട്ടാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടാണ്, ഭാഷ നോക്കിയിട്ടാണ്, സമ്പത്ത് നോക്കിയിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഒരാൾ നല്ലതാണോ പൊട്ടയാണോ, കൂട്ടത്തിൽ ചേർക്കാവുന്നവനാണോ ചേർക്കാൻ പറ്റാത്തവനാണോ എന്നൊക്കെ പലപ്പോഴും വിലയിരുത്തുന്നത്. ആ ജഡ്ജ്മെൻറ്റിനൊക്കെ ആ വിധികൾക്കൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ അരനൂറ്റാണ്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ ചാർലിസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ വരച്ചു വയ്ക്കുന്നുണ്ട്. ശശി തരൂർ പറയാണ്, അദ്ദേഹത്തിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഗ്രാമത്തിൽ പാലക്കാട് ഉള്ള തറവാട്ടിലൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ കളിക്കാനൊക്കെ കൂടുമ്പോൾ വെക്കേഷൻ അവധിക്ക് വരുമ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരൻ കുട്ടിയാണ് ചാർലിസ്.
അവനൊരു അല്പം അധകൃത ജാതിയിൽ പെട്ട വിഭാഗത്തിൽപ്പെട്ടവനായതുകൊണ്ട് അവനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവനാണ് എന്ന് ഈ ശശി തരൂർ അടക്കമുള്ള അവൻ്റെ ഗ്യാങ്ങുകൾ വിചാരിച്ചിരുന്നു. മാത്രമല്ല അവരുടെ വീട്ടുകാർ അവനെ കാര്യമായിട്ട് അടുപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഈ ചാർലീസ് ഇങ്ങനെ നോക്കി നിൽക്കും ഇവർക്ക് കൂടി ഫുട്ബോൾ കളിക്കുന്നത്. പിന്നീട് കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞപ്പോൾ പയ്യെ ചാർലീസിനെ കൂടി ഇങ്ങനെ കൂട്ടത്തിൽ ചേർക്കാനായിട്ടൊക്കെ തുടങ്ങി. എന്നാൽ പോലും ഇവരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റത്തില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കില്ല. അങ്ങനെയുള്ള ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നൊരു കാലം. പിന്നീട് വർഷങ്ങളേറെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാർലീസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ആ കുട്ടി നന്നായിട്ട് പഠിക്കുകയും വളരെ ഉന്നതമായ വിദ്യാഭ്യാസം നേടി ആ ജില്ലയിലെ തന്നെ ഒരു കളക്ടറായിട്ട് മാറുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് ഈ ശശി തരൂരിൻ്റെ വീട്ടുകാർക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഈ മാറ്റി നിർത്തപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിയ ഈ പയ്യൻ കളക്ടറായപ്പോൾ അവൻ്റെ കളക്ടർ ഓഫീസിന് മുമ്പിൽ പോയിട്ട് ഇവർ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു അനുഭവം ശശി തരൂർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിവില്ലാത്തവനാണ്, പോഴനാണ്, ഒരു 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 മെച്ചമില്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെ പറയുന്ന പല ആളുകളുടെ ഉള്ളിലും നമുക്ക് അളക്കാനാവുന്നതിലപ്പുറമുള്ള നന്മ, സംഗീതം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ വിധികൾ പലപ്പോഴും വളരെ പരിമിതമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത് ജാതിയുടെയോ കളറിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മൾ മറ്റൊരാളെ ഇങ്ങനെ വിധിച്ചു കൂട്ടുന്നത്. പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം നമുക്കുണ്ട്, എനിക്കുമുണ്ട്. അതായത് യൂറോപ്പിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. ഒരു കോളേജിൽ ഞങ്ങൾ ഒത്തിരി അച്ഛന്മാരും സന്യസ്തരും ഒക്കെ ഒരുമിച്ച് പഠിക്കുന്ന കാലത്തിൽ ഒരു പ്രൊഫസർ നല്ല അധ്യാപകനാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ചില മുൻവിധികൾ കൊണ്ടോ ഏഷ്യക്കാരായിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്നും വരുന്ന മറുപടികൾ ഒരിക്കലും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ പലരായിട്ട് ഇങ്ങനെ മറുപടി പറയുമ്പോൾ ഞങ്ങൾ ഈ ഏഷ്യൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നവരെ പലപ്പോഴും അദ്ദേഹം ബേസിക്കലി ഫ്രം അമേരിക്കക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ തഴയപ്പെടുന്ന പോലുള്ള ഒരവസ്ഥ. ആദ്യമൊന്നും അത് കാര്യമായിട്ട് ഞങ്ങൾ പരിഗണിച്ചില്ല. പിന്നീട് പരീക്ഷയ്ക്ക് വന്നപ്പോഴുണ്ടായ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ ഏഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റുഡൻസിനെ പുള്ളി കംപ്ലീറ്റായിട്ട് തോൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിവില്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അത് ഈ റേസിസമൊക്കെ വലിയ കാര്യമായിട്ട് യൂറോപ്പിൽ പരിഗണിക്കുന്ന കാലഘട്ടമാണ്. ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ അടുത്ത് നിന്ന് പരാതി പറയുകയും അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ കാര്യത്തെ പരിഗണിക്കുകയും ആ പ്രൊഫസറെ തൽസ്ഥാനത്തു നിന്നൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തു. കാരണം ഈ യൂറോപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ റേസിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള അകൽച്ചയൊക്കെ. ജോർജ് ഫ്ലോയിഡ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് മനുഷ്യനെ ഒരു പോലീസുകാരൻ, ഒരു പോലീസ് ഓഫീസർ ശ്വാസം മുട്ടിച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലുണ്ടായ പ്രതിസന്ധി നമുക്കറിയാമല്ലോ. അതൊരു വല്ലാത്ത ഒരു പ്രക്ഷോഭത്തിലേക്കും BLM ബ്ലാക്ക് ലൈഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിലേക്ക് വരെ അത് ഇടയാക്കി. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത്, ജഡ്ജ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ ഒരു മാനദണ്ഡങ്ങളൊന്നും ഉപയോഗിച്ചല്ല. അതിനേക്കാളും നമുക്കൊക്കെ വിലയിരുത്താൻ സാധിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഒരു മനുഷ്യൻ്റെ വില എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അത് ഈശോയ്ക്കത് പറ്റിയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈശോയുടെ ജീവിതത്തിൽ നോക്കുക, ഈശോ ആരെയും വിധിച്ചില്ല, ആരെയും മാറ്റി നിർത്തിയില്ല. മോശമെന്നോ കഴിവ് കുറഞ്ഞവനെന്നോ നിറമില്ലാത്തവനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ പറഞ്ഞ് ആരെയും മാറ്റി നിർത്തിയില്ല. പാപം ചെയ്ത പാപിനിയെ പോലും പിടിച്ച് മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഈശോ പറയുന്ന കാര്യം ഇതാണ്: ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ തെറ്റ് ആർക്ക് വേണമെങ്കിലും പറ്റും. പക്ഷേ ഈശോ ആ വ്യക്തിയെ ആ വ്യക്തിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവനെ സ്വീകരിക്കുകയാണ്. അതാണ് പൗലോസ്ലീഹ കുറേയും കൂടിയും ഭംഗിയായിട്ട് അത് പറയുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്ന കാര്യം ഇതാണ്: അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരാളെ വിധിക്കാനായിട്ട് നിനക്ക് അവകാശമില്ല. കാരണം എന്താ? വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ ചെയ്യുന്നു എന്നോർത്തുകൊള്ളുക. വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരാളെ വിധിക്കുന്നത് എന്നൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തൊക്കെ മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് ഒരാൾ നല്ലതാണെന്നോ പൊട്ടയാണെന്നോ ചീത്തയാണെന്നോ ഒക്കെ തീരുമാനിക്കുന്നത്? അത് തുടക്കം സൂചിപ്പിച്ചതുപോലെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ്, വളരെ പരിമിതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ റിയാക്ഷൻ വെച്ചുകൊണ്ടാണ് ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പലപ്പോഴും നമ്മൾ ഇറക്കുക. വിൻസെൻ്റ് നോർമൽ പീൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കൊച്ചു കഥ പറയുന്നുണ്ട്. ഇതിങ്ങനെയാണ്, ഏതാനും പേര് ഒരു ട്രാവൽ ചെയ്യുകയാണ്. ഒരു യാത്രയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പപ്പയുടെ കൂടെ 2 കുട്ടികൾ. ഈ കുട്ടികൾ ഇങ്ങനെ വളരെ ഡിസ്റ്റർബഡായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ട്രെയിനിലുള്ള കമ്പാർട്ട്മെൻറ്റിലുള്ള മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്നു ഈ കുട്ടികളുടെ പെരുമാറ്റം. അവരിങ്ങനെ ബഹളം വയ്ക്കുന്നു, ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നു, വളരെ നോട്ടിയായിട്ടൊക്കെ പെരുമാറുമ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിലുള്ളവർ അസ്വസ്ഥരാവുകയും അവർ ഈ കുട്ടികളുടെ പേരൻറ്റിനെ, ഡാഡിയെ മാത്രമായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുകയാണ്. ഇയാൾക്കൊന്നും അവരെ ഒന്നും മിണ്ടാതിരുത്തിക്കൂടെ, നിശബ്ദമായിട്ടിരിക്കാൻ പറഞ്ഞുകൂടെ എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഇയാൾ എന്തു മനുഷ്യനാണ്, എത്ര മുരടനാണ് എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല ഈ കുട്ടികളുടെ എത്ര കുറുമ്പാണ് ഈ കുട്ടികൾ, ഇവരെങ്ങനെയാണ് സഹിക്കുക എന്നൊക്കെ ഈ കമ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ പരസ്പരം ഈ പരാതി പറയാനായിട്ടും പിറുപിറുക്കാനും തുടങ്ങി. കൂട്ടത്തിൽ ഒരാൾ ചെന്നിട്ട് ഇയാളുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ കുട്ടികൾ മറ്റുള്ളവർക്ക് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു, നിങ്ങൾ അവരെ ഒന്ന് ശാസിച്ച് ഒതുക്കി നിർത്തണം. പക്ഷേ ഈ കുട്ടികളുടെ ഫാദർ പറയുന്ന മറുപടി ഇതാണ്, ക്ഷമിക്കണവനോട്, കാരണം ഈ കുട്ടികളുടെ മമ്മി മരിച്ചതുള്ളൂ ക്യാൻസറായിട്ട് പെട്ടെന്ന്. ആ മമ്മിയുടെ ഫ്യൂണറൽ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് ഞങ്ങൾ. ഇവരെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. മാത്രമല്ല ഞാനും ഈ കുട്ടികളും വളരെ സങ്കടത്തിലാണ്. തങ്ങളുടെ മമ്മി മരിച്ചുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടികളെ ഇപ്പോൾ ശാസിച്ച് മാറ്റി നിർത്തുക, അല്ല ഒതുക്കി നിർത്തുക? ഇത് കേട്ടപ്പോൾ, ഈ സംഭവം മനസ്സിലാക്കിയപ്പോൾ ഈ വ്യക്തിയടക്കം ആ കമ്പാർട്ട്മെൻറ്റിലുള്ള മറ്റെല്ലാവർക്കും ഈ വ്യക്തിയോടും ഈ കുട്ടികളോടൊക്കെ വളരെ സഹതാപം തോന്നുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറാതിരിക്കുന്നത് എന്നൊക്കെ തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റൊരാളോട് സ്നേഹവും ബഹുമാനവും സഹതാപവും ഒക്കെ തോന്നിയേക്കാം. നമ്മുടെ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് മറ്റൊരാളെ വിധിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു മഞ്ഞ കണ്ണട വെച്ച് നോക്കുന്ന ഒരാൾക്ക് ചുറ്റുമുള്ളതെല്ലാം മഞ്ഞയാണ്. അപ്പോൾ നമ്മുടെ കണ്ണടകൾ മാറ്റി വേറൊരാളെ അയാളായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാനും അല്ലെങ്കിൽ സ്വീകരിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമാണ്. നമ്മുടെയൊക്കെ ഒരു കൾച്ചറൽ ചുറ്റുപാടനുസരിച്ച് പലപ്പോഴും അമിതമായിട്ടുള്ള മുൻവിധികളാണ് നമുക്കുള്ളത്. ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതായത് ഒരു മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ നിന്നും ഓടി വേറൊരു ഗ്രാമത്തിലെത്തുകയാണ്. അപ്പോൾ പുതിയ ഗ്രാമത്തിലെത്തിയ ആൾക്കാരുടെ അടുത്ത് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ അവർ തിരിച്ച് ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, താങ്കൾ ഏത് ഗ്രാമത്തിൽ നിന്നാണോ വന്നത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എങ്ങനെയുണ്ട്? അപ്പോൾ ഇയാൾ പറഞ്ഞു, ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ പോരാ, വളരെ മോശമാണ്, വളരെ ഗൗരവ പ്രകൃതക്കാരാണ്. അപ്പോൾ ഇവർ പറയാണ്, അയ്യോ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ്, അത്ര നല്ലതല്ല, വളരെ ഗൗരവക്കാരാണ് എന്നൊക്കെ രീതിയിൽ. ഇതേപോലെ തന്നെ വേറൊരു മനുഷ്യനും ഇതേപോലെ തന്നെ ഒരു ഗ്രാമം വിട്ടോടി ഇതേ ഗ്രാമത്തിലെത്തുന്നു. ആ ഗ്രാമവാസികളോട് ചോദിക്കുന്നു, ഈ ഗ്രാമം എങ്ങനെയുണ്ട്, ഗ്രാമവാസികൾ എങ്ങനെയുണ്ട്? ഇവർ പറയാണ്, താങ്കൾ വന്ന ഗ്രാമത്തിലെ ആൾക്കാർ എങ്ങനെയുണ്ട്? അയാൾ പറയുന്നു, ഞാൻ വന്ന ഗ്രാമത്തിലെ ആൾക്കാരും നല്ലതാണ്, നല്ല മനുഷ്യരാണ്. ഇവർ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാമത്തിലുള്ളവരും നല്ല മനുഷ്യരാണ്, ശാന്തശീലരാണ്. കാരണം ഒരാളുടെ നന്മ, തിന്മ, ചീത്ത, നല്ലത് എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മെൻറ്റാലിറ്റി കൂടിയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡും കൂടിയാണ്. ഒരാളെ മറ്റുള്ള ഒരാളെ നല്ലതായിട്ട് സ്വീകരിക്കാൻ മാത്രമുള്ള വിശാല മനസ്ഥിതി ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് തോന്നും. നേരെ മറിച്ച് അത് പോരാ, അത്ര ശരിയല്ല എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ അതങ്ങനെ തന്നെ ഭവിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ മുൻവിധികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ എങ്ങനെയാണോ ആസ് ഇറ്റ് ഈസ് കാണുവാനായിട്ടും സ്വീകരിക്കുവാനായിട്ടും അംഗീകരിക്കാനൊക്കെ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം പറയുന്നത്, പ്രവാചകനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നതിന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനായിട്ട് അംഗീകരിക്കുന്നതിന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന്. ഒരാളെ പ്രത്യേകിച്ചൊരു മുൻവിധിയും കൂടാതെ സ്വീകരിക്കുന്നതിന് പ്രതിഫലം കിട്ടുമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് പലപ്പോഴും ശരിയായിക്കോണമെന്നൊന്നുമില്ല. നമ്മൾ കാണുന്ന പോലെ വിധിക്കുന്നു, ആ വിധികൾ മുഴുവൻ കറക്റ്റ് ആയിക്കോണമെന്നില്ല. ദ നൈബേഴ്സ് വിൻഡോ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, ദ നൈബേഴ്സ് വിൻഡോ. ഇത്രയേ ഉള്ളൂ. ഒരു ഫാമിലിയിലുള്ള ഒരു ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും കൂടി അവരുടെ വീട്ടിൽ വളരെ ആഘോഷപൂർവ്വം ജീവിക്കുമ്പോൾ പെട്ടെന്നൊരു കാഴ്ച കാണുന്നു. അയൽക്കാരൻ്റെ ജനലയുടെ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ഒരു ചെറുപ്പക്കാരിയും അവരിങ്ങനെ വളരെ സന്തോഷപൂർവ്വമായിട്ട് ജീവിക്കുന്നത് പോലെ തോന്നുന്നു. വളരെ എപ്പോഴും സന്തോഷം. പക്ഷെ ഇവരുടെ വീട്ടിലാകട്ടെ ഈ കുട്ടികളുടെ കരച്ചിൽ, കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഈ ഭാര്യ എപ്പോഴും ഈ നൈബേഴ്സ് വിൻഡോൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അയൽവക്കത്തെ ജനാലയ്ക്ക്.
കാരണം അവരുടെ വീട്ടിൽ എപ്പോഴും സന്തോഷമാണ് എന്ന് കാണുന്നു. അപ്പോൾ ആ സന്തോഷം നമ്മുടെ വീട്ടിലില്ലല്ലോ എന്ന് ഇയാളിങ്ങനെ പരാതി പറയുന്നു, ഈ ഭാര്യ ഇങ്ങനെ പരാതി പറയുന്നു. ഒരിക്കലും അവളിങ്ങനെ അയൽക്കാരൻ്റെ വീടിൻ്റെ ഗ്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബൈനോക്കുലറൊക്കെ ഒപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് അതിൽ കൂടെ നോക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇത് എപ്പോഴും കാണുന്നുണ്ട്. അവൾ എപ്പോഴും ഈ അയൽക്കാരൻ്റെ ജനാലയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ ഭാര്യ എപ്പോഴും ഇയാളെടുത്ത് പറയുകയാണ്, നോക്കൂ അവർക്ക് എത്രയോ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമാണ്, നമുക്കങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. ശരിയാണ്. അങ്ങനെ ദിവസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുന്ന ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും പയ്യെ അയൽക്കാരൻ്റെ ജനാലയിൽ ഇവർ കണ്ടിരുന്ന ആ കപ്പിളിൽ ഭർത്താവിന് എന്തോ അസുഖം വരുന്നത് പോലെയൊക്കെ ഇവൾക്ക് മനസ്സിലാകുന്നു. ഡോക്ടർമാരൊക്കെ അവിടേക്ക് വരുന്നതായിട്ട് കാണുന്നു. അവരൊക്കെ ഇയാളെ ചികിത്സിക്കാൻ നോക്കുന്നതായിട്ട് കാണുന്നു. പെട്ടെന്ന് അയാൾ ഒരു ദിവസം മരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ സ്ത്രീയുടെ ഭവനത്തിൽ ഇരുന്ന് കാണുന്നുണ്ട്, അപ്പുറത്തെ ഫ്ലാറ്റിൽ വിൻഡോയിൽ നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ അയാളുടെ ഡെഡ് ബോഡി കൊണ്ട് മറച്ച് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ പെട്ടെന്ന് തൻ്റെ വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങി അപ്പുറത്തെ ഫ്ലാറ്റിൽ ചെല്ലുകയാണ്. ഫ്ലാറ്റിൽ ചെന്നിട്ട് ഭർത്താവ് മരിച്ച ആ സ്ത്രീയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ ഈ പറയുന്ന സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള വ്യക്തിയല്ലേ? അപ്പോൾ ഇവൾക്ക് അതിശയമായി, അതെ, തനിക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഈ സ്ത്രീ, ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീ പറയാണ്, ഞാനും എൻ്റെ ഭർത്താവും കൂടി എപ്പോഴും നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് നോക്കിയിരിക്കാറുണ്ട്. നിങ്ങളുടെ ഫ്ലാറ്റിൽ എത്ര സന്തോഷമാണ്, നിങ്ങൾ കുട്ടികളെ കളിപ്പിക്കുന്നു, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, നിങ്ങൾ എപ്പോഴും വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന കാഴ്ച ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. ഇത് സത്യത്തിൽ ഇതൊരു ഒരു സൈക്കോളജിയുടെ പ്രോബ്ലം കൂടിയാണ്. നമ്മളെപ്പോഴും അവരൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ കണ്ണ്. നമ്മളെപ്പോഴും അതനുസരിച്ച് അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സന്തോഷമാണ്, അവർ നല്ല മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ അവർ ചീത്ത മനുഷ്യന്മാരാണ്, അവർ പോരാ എന്നുള്ളത്. ഇതേ റിയാക്ഷൻ തന്നെ മറ്റൊരാൾ നമ്മളുമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. നമ്മുടെ വിധികളുടെ ഒരു ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു വിഷൻ വെച്ചുകൊണ്ടും ഒരു ലിമിറ്റഡ് ടെമ്പററി ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് വെച്ചുകൊണ്ടാണ് പലരെയും നല്ലതെന്നും പൊട്ടയെന്നും ചീത്തയെന്നൊക്കെ വിധിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വിധികൾ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. ഇതാണ്, നമുക്കെല്ലാവർക്കും ചില മുൻധാരണകളും ചില ജഡ്ജ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. എപ്പോഴും അത് ശരിയായിക്കോണമെന്നില്ല. നമ്മുടെ ജഡ്ജ്മെൻറ്റ്സിൻ്റെ മാനദണ്ഡം എന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നിറത്തിൻ്റെയോ ഭാഷയുടെയോ ജാതിയുടെയോ സംസ്കാരത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഒക്കെ അതിർവരമ്പുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ ഈ ഒരു വിലയിരുത്തലുകളെക്കാളും അപ്പുറത്തുള്ള ഒരുപാട് നന്മ, ഒരു സംഗീതം ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് തിരിച്ചറിയാനായിട്ടും അത് കണ്ടെത്താനായിട്ടും ആ മനുഷ്യനെ അവനായിരിക്കുന്ന രീതിയിൽ അംഗീകരിച്ച് സ്നേഹിച്ച് ബഹുമാനിക്കുവാനുമായിട്ടുള്ള ഒരു പഠനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം ആ കാര്യം. നമ്മുടെ കുട്ടികൾക്കായാലും അങ്ങനെയാണല്ലോ. ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയാം, അത് മോശക്കാരൻ, അവൻ്റെ അടുത്ത് പോകണ്ട, അവളുടെ അടുത്ത് പോകണ്ട, ഇവരുടെ അടുത്ത് കൂട്ടുകൂടണ്ട, അവരുടെ അടുത്ത് പോകാൻ പറ്റില്ല, അവർ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് കുട്ടിക്കാലം മുതലേ നമ്മൾ പരിശീലിപ്പിച്ച് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ടും കുട്ടികളെ ആ ഒരു വിദ്യാധാരണ എന്നൊക്കെ മാറ്റി നിർത്തി അവരുടെ കൂട്ടുകാരൻ, കൂട്ടുകാരി, അവർ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് സ്വഭാവത്തിലോ പെട്ടവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സാമ്പത്തിക മാനദണ്ഡങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ കൂട്ടുകൂടാനായിട്ട് നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകളൊന്നും. അപ്പോൾ ആ ഏത് സാമ്പത്തിക മാനദണ്ഡങ്ങളിൽ പെട്ടവരായിക്കോട്ടെ അവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കുക, അവരുടെ നന്മകളെ അംഗീകരിക്കുക, അവരെ കൂട്ടുകൂടാനായിട്ട് കുട്ടികളുടെ അടുത്ത് ഒരു ഫ്രീഡം കൊടുക്കുക. കുട്ടികളായിട്ട് വളരട്ടെ. മറ്റൊരാളെ മറ്റ് നിസാര കാര്യങ്ങളുടെ പേരിൽ ജഡ്ജ് ചെയ്ത് മുൻവിധികളോടുകൂടി മാറ്റി നിർത്താതെ അവരെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് ഒരുമിച്ച് വളരുവാനായിട്ടുള്ള ഒരു സംസ്കാരം തന്നെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.